നമസ്കാരം. 10 വർഷത്തിന് ശേഷം കേരളം വീണ്ടും മാറാൻ പോവുകയാണോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തൂത്തുവാരിയതോടെ അവരുടെ പ്രകടന പത്രിക ഇപ്പോൾ ചർച്ചയാണ്. കേരളം ജയിക്കും, UDF നയിക്കുമെന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ UDF 116 പേജുള്ള വാഗ്ദാന പുസ്തകത്തിൽ എന്തൊക്കെയുണ്ട്? സ്ത്രീകൾക്ക് ബസ് ഫ്രീയോ, 3000 രൂപ പെൻഷനോ, 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസോ? ഇന്ന് നമ്മൾ പൊളിച്ചെഴുതുന്നു UDF പ്രകടന പത്രികയുടെ A to Z. കൊച്ചിയിൽ പ്രകാശനം ചെയ്ത പ്രകടന പത്രികയുടെ നട്ടെല്ല് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന 6 വൻ വാഗ്ദാനങ്ങളാണ്. ഒന്നാമത്, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. ഡൽഹി മോഡൽ കേരളത്തിലും ഇത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂട്ടുമെന്നാണ് UDFന്റെ വാദം. ഇനി രണ്ടാമത്തേത്, കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ സഹായമാണ്. പഠനം പാതി വഴിയിൽ നിർത്തുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു കൈത്താങ്ങാകും. മൂന്നാമത്തേത്, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. ഇപ്പോൾ 2000 രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60 ലക്ഷം പേർക്ക് നേരിട്ട് ഗുണം ചെയ്യും. ഇതോടെ പെൻഷൻ തുക 3000 എത്തിച്ചേരും. നാലാമത്തേത്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് ആണ്. എല്ലാ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള സൗജന്യ ചികിത്സ. കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാകും ഇത്. അഞ്ചാമത്തേത്, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. സ്വന്തം ബിസിനസ് തുടങ്ങാൻ ഇതൊരു കൈത്താങ്ങാകും. ആറാമത്തേത്, മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പാണ്. വയോജന ക്ഷേമം ഒരു മന്ത്രാലയം തന്നെയാകും. ഇനി അടുത്തത്, UDFന്റെ ഏറ്റവും വലിയ ഫോക്കസ് ആണ് ആരോഗ്യ മേഖല. സർക്കാർ ആശുപത്രിയിൽ ബെഡ് നിങ്ങളുടെ അവകാശം എന്നത് വാഗ്ദാനമാണ്. ഇതിൽ എന്തൊക്കെയാണ് ആരോഗ്യ വാഗ്ദാനങ്ങൾ എന്ന് നോക്കാം. BPL കുടുംബങ്ങൾക്ക് ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യം. ജിപ്മർ മാതൃകയിൽ ബില്ലുള്ള ആശുപത്രികൾ ചികിത്സ കഴിഞ്ഞ് ബില്ലടയ്ക്കാതെ പോകാം. മൊബൈൽ കീമോതെറാപ്പി യൂണിറ്റുകൾ. ക്യാൻസർ രോഗികൾക്ക് വീട്ടുപടിക്കൽ ചികിത്സ. അടുത്തത്, നിർധനരായ സ്ത്രീകൾക്ക് മമ്മോഗ്രാം ഫ്രീ. എല്ലാ പഞ്ചായത്തിലും അടിയന്തര ആംബുലൻസ്. 108നേക്കാൾ വേഗത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത്, ഷീ ഹോസ്പിറ്റലുകളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി പ്രത്യേക ആശുപത്രികൾ. ലക്ഷ്യം ഒന്നേയുള്ളൂ, കേരളത്തെ ലോകോത്തര ഹെൽത്ത് ഡെസ്റ്റിനേഷൻ ആക്കുക എന്നതാണ്. അടുത്തത്, കർഷകർക്ക് UDF നൽകുന്ന ഉറപ്പുകൾ വലുതാണ്. അതിൽ റബ്ബറിന് 300 രൂപ തറവില. കേരളത്തിലെ 12 ലക്ഷം റബ്ബർ കർഷകർക്ക് ഇതൊരു ആശ്വാസമാകും. അടുത്തത്, നെല്ലിന് 35 രൂപ. പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്. ഇടനിലക്കാരില്ല. അടുത്തത്, പ്രത്യേക കാർഷിക ബഡ്ജറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ബഡ്ജറ്റ് വരുന്നത്. അടുത്തത്, CL മാതൃകയിൽ റബ്ബർ കമ്പനിയാണ്. റബ്ബർ വില കർഷകർക്ക് തന്നെ നിയന്ത്രിക്കാം. പാചക തൊഴിലാളികൾക്ക് ഓണറേറിയം കൂട്ടും. യുവാക്കൾക്ക് കുടുംബശ്രീ പോലെ യുവശ്രീ. അതിൽ 10,000 രൂപ പുതിയ MSME സംരംഭങ്ങൾ. ഇനി വികസനം, വിദ്യാഭ്യാസ മേഖലയിലെ UDFന്റെ സ്വപ്ന പദ്ധതികൾ നോക്കാം. ആദ്യത് മിഷൻ സമുദ്രയാണ്. 600 കിലോമീറ്റർ തീരവും 44 നദികളും ചേർന്ന ആഗോള മാരിടൈം ഹബ്ബാണ്. അടുത്തത്, കോഴിക്കോട് തിരുവനന്തപുരം മെട്രോയാണ്. അടുത്തത്, ഹൈസ്പീഡ് റെയിൽവേ ഇടനാഴികളാണ്. അടുത്തത്, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആണ്. അടുത്തത്, ഒരു ആപ്പാണ്. ജോബ് വാച്ച് ടവർ ആണ്. എല്ലാ ഒഴിവുകളും ഒരു പോർട്ടലിൽ ലഭിക്കുന്നു. വിദ്യാഭ്യാസത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്. വിദേശത്ത് പഠിക്കാൻ ലോൺ സ്കോളർഷിപ്പ്. വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സെമസ്റ്റർ ഇൻ കേരള പദ്ധതി എന്നിവ ഉറപ്പാക്കുന്നു. ഇനി സാമൂഹ്യ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ സെൻസിറ്റീവായ വിഷയങ്ങളിലും UDF നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല ആചാര സംരക്ഷണത്തിന് പ്രത്യേക നിയമം. സ്ത്രീകൾക്ക് തുല്യ വേതനം ഉറപ്പാക്കും. JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കും. ദേവസ്വം ബോർഡുകൾ അഴിമതി മുക്തമാക്കും. ഇന്ദിരാ ക്യാൻറ്റീൻ സംസ്ഥാന വ്യാപകമാകും. 20 രൂപയ്ക്ക് ഊണെന്ന നിലയിൽ. സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആക്ട്. കോളേജുകളിലെ റാഗിംഗ് അവസാനിപ്പിക്കൽ എന്നിവയാണ്. ഇനി ഉയരുന്ന പ്രധാന ചോദ്യം, ഇതെല്ലാം നടപ്പാക്കാൻ പണം എവിടെ? 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്, 3000 രൂപ പെൻഷൻ, സൗജന്യ ബസ് യാത്ര. കേരളത്തിന്റെ കടബാധ്യത 4 ലക്ഷം കോടി കടന്ന സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് LDF ചോദിക്കുന്നു. ഇതിൽ UDFന്റെ മറുപടി, ധൂർത്ത് അവസാനിപ്പിച്ചും നികുതി വെട്ടിപ്പ് തടഞ്ഞും കേന്ദ്ര ഫണ്ട് കൂടുതൽ വാങ്ങിയും പണം കണ്ടെത്തും. മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾ വഴി വരുമാനം കൂട്ടുമെന്നും അവർ പറയുന്നു. അപ്പോൾ ഇതാണ് UDFന്റെ 2026 പ്രകടന പത്രിക. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ വരുന്ന UDFന് ഇത് അഗ്നിപരീക്ഷയാണ്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ, അതോ പഴയപടി പ്രകടന പത്രിക വെറും പേപ്പറായി മാറുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഈ പ്രകടന പത്രികയിൽ ഏത് വാഗ്ദാനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും UDFനെ അനുകൂലിക്കുന്നവർ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.